ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ചർച്ച ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ഹരേ കൃഷ്ണ.
वैष्णवांश्च श्रीरूपं साग्रजातं सकलरघुनाथं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सकलललिता श्रीविशाखं च ॐ विष्णुपादाय कृष्णप्रेष्ठाय भगवते श्रीमते जयपताकस्वामिनिधि नामिने आचार्यपादाय निताय कृपप्रदायिने गौरकदादाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्तसरस्वती नामिने श्रीवासवामि देवी देदाय कृपाब्धये कृष्णसम्बन्धविज्ञानदायिने प्रवे माधुर्योज्ज्वलप्रेमाद्य श्रीरूपानुजभक्तिदा श्रीगौरकरुणाशक्तिविग्रह नमोऽस्तुते नमस्ते गौरवाणि श्रीमते दीनदारिणे गौरवाणिकविरदाभसिद्धान्तवन्दनारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बुदे पादाम्बुजाय ते नमः नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपाय ते गौराविर्भावभूमेस्तं वन्दे सजनप्रिय वैष्णवस्सर्वभौम श्रीजगन्नाथाय ते नमः नमो महावदन्याय कृष्णाय ते कृष्णाय कृष्णचैतन्यनामने दोत्रसे वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः श्रीकृष्णकरुणा सिन्धो दीनबन्धो जगत्पते रूपेश गोपिकान्ता राधाकान्तो जयदां सुरतो बन्धोर्मोन्दमदेर्गतिमत्सर्वसुपादां भोजो राजामदनमोहना दिव्यवृन्दारण्यकल्पद्रुमद श्रीमद्रत्नाकरसिंहासनस्थो श्रीमद्राधा श्रीरघुविन्ददेवो कृष्णोदभिसेव्यमानस्वरः श्रीमन्दासनसारम्भिमं श्रीवरत्तडस्थिता कर्षन् वेणुस्वरेर्गोप्यगोपीनाथश्रीस्तुना तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी जय श्रीकृष्ण चैतन्य प्रभो नित्यानन्द श्री अद्वैत गदाधर शिवासादि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे हरे भूतं करोति वाचालं पङ्गुं रङ्गायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं देहकारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत् हरे कृष्ण നമുക്ക് ചർച്ച ആരംഭിക്കാം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് സൃഷ്ടിയെക്കുറിച്ച് വിദുരർ മൈത്രി ഋഷിയോട് ചോദിക്കുകയാണ്. മൈത്രി ഋഷി സനത് കുമാർ ഋഷികൾ ചോദിച്ചിരുന്നു സൃഷ്ടിയെക്കുറിച്ച്. ആരോട്? സംകർഷണമൂർത്തിയോട്. സംകർഷണമൂർത്തി സാഖ്യായന ഋഷിക്കും പറഞ്ഞു കൊടുത്തു. സാഖ്യായന ഋഷിയിൽ നിന്നും മൈത്രി ഋഷി അത് കേട്ടിരുന്നു സൃഷ്ടിയെക്കുറിച്ചും ഭാഗവതം. അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കീ ജയ്.
സാഖ്യാന ഋഷി പരാശര മുനിക്കാണ് പറഞ്ഞു കൊടുത്തത്. പരാശര മുനിക്കും ബൃഹസ്പതിക്കും. എന്നിട്ട് ആ പരാശര മുനിയിൽ നിന്നാണ് മൈത്രി ഋഷി ഇത് കേട്ടത്. പരാശര മുനി ആരാ? നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യാസമഹർഷിയുടെ അച്ഛൻ അല്ലേ. ഇതുവരെ നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചത് പ്രാരംഭഘട്ടത്തിലെ സൃഷ്ടിയാണ്. അതായത് ഓരോ ബ്രഹ്മാണ്ടങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമല്ല നമ്മൾ ഇതുവരെ പഠിച്ചത്, ബ്രഹ്മാണ്ടങ്ങൾക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ. എല്ലാ ബ്രഹ്മാണ്ടങ്ങളും എങ്ങനെ ഉദ്ഭവിച്ചു, പ്രകൃതി നിശ്ചലമായിട്ട് പ്രധാനമെന്ന അവസ്ഥയിൽ നിൽക്കുന്നു, ഭഗവാൻ അതിനെ നോക്കുമ്പോൾ അത് മഹത്തത്വമായി മാറി അതിൽ നിന്ന് മിഥ്യാഹങ്കാരം ഉടലെടുക്കുകയും പിന്നെ സത്വഗുണം, രജോഗുണം, തമോഗുണം വരുന്നു. ഈ ഗുണങ്ങളെല്ലാം മിഥ്യാഹങ്കാരവും ആയിട്ട് മിശ്രിതമാകുമ്പോൾ ഒപ്പം ഭഗവാന്റെ ആ കാലശക്തിയും കൂടെ അതിൽ സ്പർശിക്കുമ്പോൾ അത് മനസ്സായിട്ടും ദേവന്മാരായിട്ടും കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, ഇന്ദ്രിയ വിഷയങ്ങൾ, പഞ്ചഭൂതം അതൊക്കെ വരുന്നതായിട്ട് നമ്മൾ പഠിച്ചു. ഇവരെല്ലാം വന്നതിന് ശേഷം ഇവരെല്ലാം വ്യക്തി രൂപത്തിൽ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ അവിടെ സ്തുതി കേട്ടിട്ട് ഇവരെല്ലാം കൂട്ടി യോജിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ബ്രഹ്മാണ്ടങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള 14 ലോകങ്ങളുടെ ആ ഒരു സ്ട്രക്ചർ ഭഗവാൻ തയ്യാറാക്കുക. അതിനുശേഷം അടുത്ത സൃഷ്ടിയെക്കുറിച്ച് എന്താണത് സംഭവിക്കാതെ നമുക്ക് നോക്കാം. പക്ഷേ ആ 14 ലോകങ്ങൾക്കുള്ള ആ സ്ട്രക്ചർ അതിൻ്റെ സൂക്ഷ്മതലത്തിലാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ബ്രഹ്മദേവൻ വന്നതിന് ശേഷമാണ് ആ താമരത്തണ്ടാണ് ഈ സ്ട്രക്ചറായിട്ട് മാറുന്നത്. അത് നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. 10ാമത്തെ ശ്ലോകം, 3ാമത്തെ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം 10ാമത്തെ ശ്ലോകം. ഉദാപ്ലുതം വിശ്വമിദം തദാസീത് യന്നിദ്രാമിലീതദ്രന്യമീലീയാത് അഹീന്ദ്രതൽപേ അദീശായാനേ ഏക കൃതക്ഷണ സ്വാത്മരതോ നിരീഹ. ആ സമയത്ത് 3 ലോകങ്ങളും പ്രളയത്തിൽ ആയിരിക്കുകയായിരുന്നു. ഭഗവാൻ ഗർഭോദകശായ വിഷ്ണു ഒറ്റയ്ക്കായിരുന്നു. ഭഗവാൻ അനന്തൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഭഗവാൻ ഉറങ്ങുന്നതായിട്ട് തോന്നുമെങ്കിലും കണ്ണ് പൂർണ്ണമായിട്ട് അടച്ചിട്ടില്ല, യോഗനിദ്രയിലാണ്. സോ അന്തഃശരീരേ അർപ്പിതഭൂതസൂക്ഷ്മ കാലാത്മികാം ശക്തിം ഉദീരയാന ഉവാസ തസ്മിൻ സലിലേ പദേ സ്വേ യഥാനലോ ദാരുണേ വൃദ്ധവീര്യ. എങ്ങനെയാണോ ഒരു അഗ്നി മരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, അതായത് മരമായിട്ട് വേറൊരു അഗ്നിയുടെ സമ്പർക്കം ലഭിക്കുമ്പോൾ ഉള്ളിലുള്ള തീയും കത്തും അല്ലേ, അതേപോലെ ഒരു അഗ്നിയുടെ ശക്തി ഒരു മരത്തിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ ഭഗവാൻ ഈ ജലത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ ഉള്ളിൽ. ചതുർയുഗാനാം ച സഹസ്രമപ്സു സ്വപൻ സ്വയോതിരൈതേയ സ്വശക്തിയ കാലാഖ്യാ സാധിത കർമ്മതന്ത്രോ ലോകാൻ അപിതാൻ ദദർശേ സ്വദേഹേ. ഭഗവാൻ ഏകദേശം 4000 യുഗങ്ങളോളം ഭഗവാൻ അങ്ങനെ തന്നെ യോഗനിദ്രയിലായിരുന്നു. അപ്പോൾ ഭഗവാന്റെ ഉള്ളിലുള്ള ജീവാത്മാക്കൾ പുറത്തോട്ട് വന്ന് അവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി സൃഷ്ടി മുന്നോട്ട് വരണമെന്ന് അവരുടെ ഉള്ളിലെ ആഗ്രഹത്തെ മനസ്സിലാക്കി ഭഗവാന്റെ കണ്ണ് തുറക്കുകയാണ്.
അപ്പോൾ ഭഗവാന്റെ ആധ്യാത്മിക ശരീരത്തെ കാണുകയാണ് കാർമുകിൽ നിറത്തിൽ. തസ്യാർത്ഥ സൂക്ഷ്മാഭിനിവിഷ്ട ദൃഷ്ടേ അന്തർഗതോ അർത്ഥരജസാതനീയൻ ഗുണേന കാലാനുഗതേന വിധാ സുഷ്യാംസ്തദാ വിദ്യത നാവിദേശാ. അങ്ങനെ ഭഗവാൻ സൃഷ്ടി ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ഈ സൃഷ്ടിയുടെ എല്ലാം ആധാരം ഭഗവാന്റെ നാഭിയിൽ നിന്ന് പുറത്തു വരികയാണ്. സപത്മകോശ സഹസോദഷ്ടത് കാലേന കർമ്മ പ്രതിബോധനേന സ്വരോചിഷാ തത് സലീലം വിശാലം വിദ്യൂത്യൻ അർക്ക ഇവാത്മയോനി. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവാത്മാക്കളും അവരുടെ കർമ്മവും അവരുടെ ശരീരവും എല്ലാം കൂടെ ഒരു താമരയായിട്ട് മാറി. അത് ഭഗവാന്റെ നാഭിയിൽ നിന്നും പുറത്തു വരികയാണ്. ചുറ്റും വലിയ ഇരുട്ടായിരുന്നു. പക്ഷെ ഈ താമരയിലൂടെ ഒരു വെളിച്ചം ചുറ്റും വരാൻ തുടങ്ങി. തത്ലോകപത്മം സയു ഏവ വിഷ്ണു പ്രാവിശത് സർവഗുണാവഭാസം തസ്മിൻ സ്വയം വേദമയോ വിധാത സ്വയംഭൂം യം സ്മ വദന്തി സ്വഭൂത്. ഈ താമരയ്ക്കുള്ളിൽ ഭഗവാൻ വീണ്ടും പരമാത്മാവായിട്ട് പ്രവേശിച്ചു. അങ്ങനെ ഭഗവാന്റെ ശക്തിയിലൂടെ സാക്ഷാൽ ബ്രഹ്മദേവൻ ആ താമരയിൽ നിന്ന് വരികയാണ്. തസ്യം ചാംബരുഹാകർണിക്യാം അവസ്ഥിതോ ലോകം അപശ്യമാന പരിക്രമൻ വ്യോംനി നിവൃത്തനേത്രശ്ചത്വാരി ലേഭേ അനുദിശം മുഖാനി. ബ്രഹ്മദേവൻ വന്നു താമരയിൽ നിന്നും. അദ്ദേഹം താമരയുടെ നടുവിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ എന്നിട്ടും ചുറ്റും നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അതുകൊണ്ട് ചുറ്റും വീണ്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അങ്ങനെ എല്ലാ ദിശകളിലും ഒരേ സമയത്ത് നോക്കാൻ ആഗ്രഹിച്ചപ്പോൾ എന്തു പറ്റി? അദ്ദേഹത്തിന് 4 തല ലഭിച്ചു. തസ്മാദ് യുഗാന്ത ശ്വസാനവാഗൂർണ ജലോർമി ചക്രാത് സലീലാദ് വിരൂധം ഉപാശ്രിത കഞ്ചം യുലോകതത്വം നാത്മാനം അധാവിദത് ആദിദേവ. ബ്രഹ്മദേവന് സൃഷ്ടി എങ്ങനെ ഉണ്ടായി, ഈ താമര എങ്ങനെ വന്നു, ഞാനെങ്ങനെ വന്നു എന്നൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ആ പ്രളയത്തിൻ്റെ കാറ്റ് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ശക്തമായിട്ടുള്ള കാറ്റ് കൊണ്ട് ആ ജലവും താമരയും നന്നായി ആടാൻ തുടങ്ങി. യോ അസാവഹം അബ്ജപൃഷ്ട ഏതത്കുട്ടോ വാബ്ജം അനന്യതപ്സു അസ്തി ഹി അധസ്താത് ഇഹ കിഞ്ചനൈതാത് അധിഷ്ഠിതം യത്ര സദാനുഭവ്യം. ബ്രഹ്മദേവന് ഇതിൻ്റെ ആധാരം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം ആലോചിച്ചു, ഈ താമരയുടെ മുകളിൽ ഇരിക്കുന്ന വ്യക്തി ഞാൻ ആരാണ്? ഈ താമര എവിടെ നിന്ന് വരുന്നു? അവിടെ താഴോട്ട് എന്തെങ്കിലും ഒരു ആധാരം ഇതിന് കാണുമല്ലോ, ജലത്തിൻ്റെ ഉള്ളിലായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചു. സ ഇത്തം ഉദ്വീക്ഷ തദബ്ജനാല നാഡിഭീർ അന്തർജലം അവിവേശ നാർവഗതസ്തത്ഖര നാലനാല നാഭീം വിചിൻവസ്തദ് അവിന്ദദാച. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ ജലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. താമരത്തണ്ടിൻ്റെ ആ ഒരു ഏറ്റവും അടിയിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇങ്ങനെ അന്വേഷിച്ചു പോയി. അന്നേരം ആ താമരത്തണ്ടിൻ്റെ ഉള്ളിലൂടെയും പോയി ഭഗവാന്റെ നാഭിയിലും പ്രവേശിച്ചു. പക്ഷേ ഒന്നും തിരിച്ച് അറിയാൻ കഴിഞ്ഞില്ല, ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല. തസ്മസ് തമസി ആപരേ വിധൂരാത്മസർഗം വിചിൻവതോ ആഭൂത് സുമഹം സ്ത്രീനേമി യുദേഹഭാജം ഭയം ഇരായന പരീക്ഷണോദിയായുർ അജസ്യ ഹേതി. ഇവിടെ മൈത്രി ഋഷി പറയുന്നു, വിദുരരെ, അങ്ങനെ ബ്രഹ്മദേവൻ താമരത്തണ്ടിൻ്റെ ആധാരം അന്വേഷിച്ചു പോയി. പക്ഷെ ഒന്നും കിട്ടിയില്ല.
അങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ബ്രഹ്മദേവൻ്റെ കാലാവധി കഴിഞ്ഞു. ആ കാലചക്രം ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രമാണെന്ന് ഇവിടെ മൈത്ര ഋഷി പറയുന്നു. ആ ഒരു കാലചക്രം വരുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഭയം വരും. തഥോ നിവൃത്തോ അപ്രതിലബ്ധകാമ സ്വദിഷ്ണ്യം അസാധ്യ പുനഃസദേവ ശനൈർജിതശ്വാസ നിവൃത്തചിത്തോ നിഷിതാദാരൂഢ സമാധിയോഗ. അതിനുശേഷം കുറേ അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹം അന്വേഷണം നിർത്തിയിട്ട് തിരിച്ച് താമരയുടെ മുകളിൽ വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഇതിൻ്റെ എല്ലാം ആധാരമായിട്ടുള്ള വ്യക്തി ആരാണെന്ന് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്വേഷിച്ചു തുടങ്ങി. കാലേന സോ അജോ പുരുഷായുഷാഭി പ്രവൃത്തയോഗേന വിരുദ്ധബോധ സ്വയം തദന്തർഹൃദയേ വാബ്ധം പശ്യതാപശ്യതായർണപൂർവം. അങ്ങനെ ബ്രഹ്മദേവൻ്റെ 100 വർഷം ആയുസ് മുഴുവൻ ബ്രഹ്മദേവൻ തപസ് ചെയ്തു. അങ്ങനെ ധ്യാനം പൂർണ്ണമായപ്പോൾ അദ്ദേഹത്തിന് ആ യോഗ്യത ലഭിച്ചു ഭഗവാനെ കാണാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് സാക്ഷാൽ ഭഗവാനെ കാണാൻ പറ്റി. നേരത്തെ ഇതിനു മുമ്പേ പല രീതിയിൽ അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടും കാണാൻ പറ്റാത്ത ആ ഭഗവാനെ ബ്രഹ്മദേവൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. മൃണാലഗൗരായതാശേഷഭോഗ പര്യങ്ക ഏകം പുരുഷം ശയനം പണാതാപത്രായുധം മൂർധരത്നാദ്യൂപിർഹതധാൻവതായുഗാന്തതോയേ. ബ്രഹ്മദേവന് ആ ഗർഭജലത്തിൽ അതിമൃദുലമായിട്ടുള്ള ഒരു ശയ്യ കണ്ടു, അനന്തശേഷൻ്റെ. അതിൻ്റെ മുകളിൽ ഭഗവാൻ ഒറ്റയ്ക്ക് കിടക്കുന്നതായിട്ട് കണ്ടു. ചുറ്റും ഇരുട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. കാരണം എന്താ? അനന്തൻ്റെ ശിരസിലിരിക്കുന്ന ആ രത്നത്തിൻ്റെ തിളക്കം കാണാം, ഇരുട്ടൊന്നുമില്ല. പ്രേക്ഷം ക്ഷിപന്തം ഹരിതോപലാദ്രേ സന്ധ്യാഭ്രനിവേർ ഒരു രുക്മമൂർധന രത്ന ഉദധാരൗഷധാദി സോമനസ്യ വനസൃജാ വേണുഭുജാംഗ്രിപ അഗ്രേ. വൈധൂര്യ രത്നത്തെ പോലും വെല്ലുന്നതായിരുന്നു ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ആ ഒരു നിറം എന്ന് പറയുന്നു. എന്നിട്ട് ഭഗവാന്റെ ആ പീതാംബരവും ഭഗവാന്റെ കിരീടവും ഭഗവാന്റെ ദേഹത്തണിഞ്ഞിരിക്കുന്ന രത്നങ്ങളും എല്ലാം ബ്രഹ്മദേവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴുത്തിലുള്ള വനമാലയും തുളസി മാലയും ഭഗവാൻ ധരിച്ചിരിക്കുന്നു. ഇതെല്ലാം ബ്രഹ്മദേവൻ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുകയാണ്. ആയമ്മതോ വിസ്തരതാ സമാന ദേഹേന ലോകത്രയാ സംഗ്രഹേന വിചിത്ര ദിവ്യാഭരണ അംശുകാനാം കൃതശ്രീയാവാശ്രിതവേഷദേഹം. ഭഗവാന്റെ അതീന്ദ്രിയ ശരീരം, ഭഗവാനെ കണ്ടു കഴിഞ്ഞാലേ അറിയാം ഭഗവാന് നമുക്ക് അളന്നെടുക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം ഭഗവാന് ശക്തിയുണ്ടെന്ന് ബ്രഹ്മദേവനെ നോക്കിയപ്പോഴേ മനസ്സിലായി. ഭഗവാൻ ത്രിലോകങ്ങളും വ്യാപിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു. ഭഗവാന്റെ ശരീരം, ഭഗവാന്റെ വസ്ത്രം, ആഭരണങ്ങളും എല്ലാം അതിമനോഹരമായിരുന്നു ബ്രഹ്മദേവൻ കാണും. പുംസാം സ്വകാമയാ വിവിക്തമാർഗേർ അഭ്യർച്ചതം കാമ ദുഃഖാംഗ്രിപത്മം പദർശയന്തം കൃപയാ നഖേന്ദും മായൂഖഭിന്നാങ്കുലീ ചാരുപത്രം. ഭഗവാന്റെ തൃപ്പാദത്തെ കാണിച്ചു കൊടുത്തു ബ്രഹ്മദേവന്. കാല് ഉയർത്തി
എല്ലാവിധ കൽമഷങ്ങളെയും അകറ്റുന്ന എല്ലാവിധ സേവനത്തിൻ്റെയും പരമോന്നത പുരസ്കാരമാണ്, അനുഗ്രഹമാണ് ഭഗവാന്റെ പാദം. ആർക്കാണോ പരിശുദ്ധ ഭക്തിയുള്ളത് അവർക്ക് മാത്രമേ ആ പാദം കാണാൻ കഴിയൂ. ഭഗവാന്റെ തൃപ്പാദത്തിലെ ആ നഖത്തിൽ നിന്ന് വരുന്ന ആ തേജസ് തന്നെ വളരെ ആകർഷകമായിരുന്നു. മുഖേന ലോകാർത്തിഹരസ്മിതേന പരിസ്ഫുരാത് കുണ്ടലമണ്ഡിതേന ശോണായിതേ അന്തര ബിംബഭാസ പ്രത്യാർഹന്തം സുനാസേന സുബ്രവ. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭക്തരുടെ എല്ലാ ക്ലേശങ്ങളെയും അകറ്റുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു ചിരി കണ്ടു ബ്രഹ്മദേവൻ. പിന്നെ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള കവിളുകൾ കണ്ടു, അല്ലേ? അന്നേരം ആ കവിളത്ത് ഭഗവാന്റെ മകരകുണ്ടലങ്ങളുടെ ആ ഒരു പ്രതിബിംബം ബ്രഹ്മദേവൻ കണ്ടു. ഇത് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ വലിയ സന്തോഷമായി. ഭഗവാന്റെ ചുണ്ടുകളുടെ സൗന്ദര്യവും ഭഗവാന്റെ മൂക്കും ഭഗവാന്റെ ആ പുരികവും ഇതെല്ലാം കണ്ടിട്ട് കോരിത്തരിച്ചിരിക്കുകയാണ് ബ്രഹ്മദേവൻ. കദംബ കിഞ്ചൽ കപിശങ്കവാസസ സ്വലംകൃതം മേഖലയാ നിതംബേ ഹാരേന ചനാന്തദനേന വത്സ ശ്രീവത്സവക്ഷസ്ഥല വല്ലഭേന. ഇവിടെ മൈത്രി ഋഷി പറയുന്നു, വിതുരരെ, ഭഗവാന്റെ അരയിൽ പീതാംബരം കെട്ടിവെച്ചിരിക്കുന്നു. കദംബ വൃക്ഷത്തിൻ്റെ പൂ പോലെ ഇരിക്കുന്നു അവിടുത്തെ ആ പീതാംബരം. എന്നിട്ട് ആ പീതാംബരത്തിൻ്റെ മുകളിൽ നല്ലൊരു തുണി വെച്ച് ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ കെട്ടിയും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭഗവാന്റെ വക്ഷസ്ഥലം ശ്രീവത്സമുണ്ട്, അമൂല്യമായിട്ടുള്ള ആ ശ്രീവത്സരത്നം. പരാർധ്യകേയൂര മണിപ്രവേക പര്യസ്തദോർദണ്ഡ സഹസ്രശാഖം അവ്യക്തമൂലം ഭുവനാംഗ്രിപേന്ദ്രം അഹീന്ദ്രഭോഗേർ അതിവീതവത്സം. ഒരു ചന്ദനത്തിൻ്റെ മരം അതീവ സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് എല്ലാ ശാഖകളും നിറഞ്ഞു നിൽക്കുന്ന പോലെ ഭഗവാന്റെ ദേഹം മുഴുവൻ അമൂല്യമായിട്ടുള്ള ആഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരം. പിന്നെ ചന്ദനമരത്തിൽ എപ്പോഴും നാഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് നാഗങ്ങളെ കാണാൻ പറ്റും. അതേപോലെ ഈ ചന്ദനമരത്തിൽ ഇങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നു അനന്തൻ. അന്നേരം മൈത്ര ഋഷി അങ്ങ് എന്തു പറയുന്നത്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാമുകന് കാമുകിയെ കാണുമ്പോൾ ഒരു കവിത ഇങ്ങനെ വരില്ല, അതേപോലെ മൈത്ര ഋഷി ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മദേവൻ കണ്ട ആ കാഴ്ച സ്വയം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കവിതയാണ് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് പറയുന്നു, അതീവ ചന്ദന ലേപം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇത് ചന്ദനത്തിൻ്റെ മരം തന്നെയാണോ? കാരണം സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഭഗവാന്റെ ദേഹത്തിൽ നിന്നും. അന്നേരം ഇതാണ് ഭാഗവത്തിൻ്റെ പ്രത്യേകത. അതായത് ഈ ചില പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 4D ഒരു ഒരു ഇല്യൂഷൻ കാണും. അതായത് ഒരു വണ്ടി ഇങ്ങനെ ഓടും, എന്നിട്ട് ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ കാണും, എന്നിട്ട് നമ്മളിങ്ങനെ ട്രാക്കിലൂടെയൊക്കെ പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഭയം തോന്നും. യഥാർത്ഥത്തിൽ നമ്മൾ പോകുന്നില്ല, പക്ഷേ ആ സ്ക്രീനും ലൈറ്റെല്ലാം ഓഫ് ചെയ്യുമ്പോൾ 3D ഡിസ്പ്ലേ എന്നൊക്കെ എന്തോ പറഞ്ഞിട്ടാണ്. എന്നിട്ട് വെള്ളത്തിലൊക്കെ ആ ട്രെയിൻ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. വെള്ളത്തിൽ പോകുമ്പോഴത്തേക്ക് അവരുടനെ വെള്ളം ചീറ്റും. എന്നിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത്, അയ്യോ വെള്ളം വീഴുന്നോ, നമ്മൾ യഥാർത്ഥത്തിലാണോ അതിലോട്ടായോ എന്ന്. പിന്നെ ചില സമയത്ത് ചില സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി സ്മെല്ലും ഇങ്ങനെ അടിക്കും. മനസ്സിലായില്ല? അന്നേരം അങ്ങനെയാണ് അവർ ആ ഒറിജിനാലിറ്റി. പക്ഷേ ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ ശ്ലോകങ്ങളിൽ അതിൻ്റെ ഗന്ധവും കൂടെ മൈത്ര ഋഷിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമായി കഴിയുമ്പോൾ
നമുക്ക് ഭഗവാനെ കാണാൻ ഇപ്പം തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എത്ര പേര് കണ്ടു അല്ലേ? തമസ പഠിച്ച് അന്നേരം അത് എൻ്റെ കഴിവല്ല, ഭാഗവതം റെക്കോർഡാണിത്, വീഡിയോ ആണിത്. ഇത് വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഭാഗവത ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം വീഡിയോ റെക്കോർഡിംഗ് ആണ്, ഓഡിയോ റെക്കോർഡിംഗ് ആണ്. അന്നേരം വീഡിയോയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. വീഡിയോയുടെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം മാത്രമേ കവർ ചെയ്യാൻ പറ്റൂ, ആ ഗന്ധം അതൊന്നും കവർ ചെയ്യത്തില്ല. പക്ഷേ ഭാഗവതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിൽ വീഡിയോ, ഓഡിയോ, ഗന്ധം, എല്ലാ എക്സ്പീരിയൻസുകളും, സ്പർശനം അതെല്ലാം ലഭിക്കും എന്നുള്ളതാണ്. ഹരിനാമത്തിനും ഇതേപോലെയാണ്. കാരണം ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് നമ്മൾ അതിൽ അബ്സോർവ്ഡ് ആയിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ശബ്ദം കേൾക്കാൻ പറ്റും, ഭഗവാന്റെ രൂപം കാണാൻ പറ്റും, ഭഗവാന്റെ ഗന്ധം അനുഭവിക്കാൻ പറ്റും. അതൊക്കെയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയായി. ഇത്രയും ഒരു ഗന്ധം, ഇത്രയും അതിമനോഹരമായിട്ടുള്ള അത് ഒന്നുമല്ല, ഈ ലോകത്ത് ഒന്നുമായിട്ട് ഉപമിക്കാൻ കിട്ടില്ല. ഭഗവാന്റെ ആ നോട്ടവും ഭഗവാന്റെ ചിരിയും അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ആനന്ദം ലഭിക്കുന്നു? കാരണം അതിനകത്ത് ആ ശബ്ദത്തിൽ അതുണ്ട്, ശബ്ദത്തിൽ കൃഷ്ണനുണ്ട്, അതുകൊണ്ടാണ്. അന്നേരം ഇവിടെയും അതേപോലെ. അന്നേരം അതൊക്കെ അനുഭവിക്കുന്ന സമയത്ത് അറിയാതെ കവിത വന്നു. അന്നേരം നമ്മൾ അറിയാതെ പാടിപ്പോവും. 14 രാവുദിച്ചത് മാനത്തോ തക്കാളി കവളത്തോ, അങ്ങനെ എന്തൊക്കെയോ തനിയെ. അന്നേരം ഇത് എന്താ പറയുക, സിനിമയിലൊക്കെ നായകൻ നായികയെ കാണുമ്പോഴൊക്കെയാണ് ഇത് പാടുന്നത്. അത് നേരത്തെ പ്രിപ്പയർ ചെയ്ത പാട്ടും അതിൽ എന്താ പറയുക മ്യൂസിക് കമ്പോസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് ചിത്രീകരിക്കുന്ന. പക്ഷേ ഭഗവാനെ നമ്മൾ കാണുമ്പോൾ നമ്മളെല്ലാം കവികളായി മാറും. കാരണം ഭഗവാന്റെ സൗന്ദര്യം അത്രയാണ്. ഇന്നലെ മഹാഭാരതത്തിൽ നമ്മൾ പഠിച്ചില്ലേ, വിതുരർ ഭഗവാനെ കണ്ടപ്പോൾ ഇങ്ങനെ സ്തംഭിച്ചു, എന്താ സൗന്ദര്യം എൻ്റെ അമ്മോ എന്ന് വിതുരർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ വാ തുറന്ന് നോക്കിയിരിക്കും. അതേപോലെ ബ്രഹ്മദേവൻ കണ്ട കാഴ്ച മൈത്ര ഋഷി പറയുമ്പോൾ തന്നെ എന്തു പറ്റുന്നു, ഇവിടെ അറിയാതെ മൈത്ര ഋഷി അങ്ങ് കവിയായി മാറുകയാണ്. മൈത്ര ഋഷി പറയുന്നു, ചന്ദന മരം പോലെയാണ് കൃഷ്ണൻ ഇരിക്കുന്നത്, ചന്ദനത്തെ വെല്ലുന്ന സുഗന്ധം, പിന്നെ ചന്ദനത്തിൻ്റെ അലങ്കാരങ്ങൾ മുഴുവൻ ചന്ദനം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് കൃഷ്ണനെ. എന്നിട്ട് ചന്ദനമരത്തിൽ എപ്പോഴും ഇങ്ങനെ പാമ്പുകൾ ഇങ്ങനെ ചുറ്റി നിൽക്കുക. അതേപോലെ അനന്തൻ എങ്ങനെയോ ഇങ്ങനെ നിയന്ത്രിച്ചു വെച്ചിരിക്കുകയാണ്. ചാൻസ് കിട്ടി അവ ചുറ്റി അങ്ങ് കെട്ടിപ്പിടിക്കും. പക്ഷെ അനന്തൻ എങ്ങനെയോ ഇങ്ങനെ നിർജീവമായിട്ട് ഇങ്ങനെ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഒരു ചാൻസ് കിട്ടിക്കച്ച ചുറ്റി ചുറ്റി ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട്. അന്നേരം അനന്തൻ എങ്ങനെയോ അനന്തനെ നിയന്ത്രിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും വാലൊക്കെ ഇങ്ങനെ പാദത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. എങ്ങനെയാണോ ചന്ദന മരത്തിൽ പാമ്പുകൾ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന അതേപോലെ അനന്തൻ ഭഗവാനെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് മൈത്രി ഋഷി പറയുന്നു. ചരാചര ഓഘ ഭഗവത് മഹീദ്രം അഹി ഇന്ദ്രബന്ധം സലില ഉപഗൂഢം കിരീടസാഹസ്രഹിരണ്യശൃംഗം ആവിർഭവത് കൗസ്തുഭ രത്നഗർഭം. ഇവിടെ പറയുന്നു, ഒരു വലിയ പർവ്വത്തെ പോലെ ഭഗവാൻ സർവചരാചരങ്ങളിലും, ചരം അചരം, ചരാ അചരം, ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാത്തിൻ്റെയും അധിപനായിട്ട്, എല്ലാവരുടെയും സുഹൃത്തുക്കായിട്ട്. പിന്നെ ഇവിടെ പറയുന്നു, ഇദ്ദേഹം ഭഗവാൻ എല്ലാ ചരാചരങ്ങളുടെയും ആധാരമായിട്ട് ഭഗവാൻ അവിടെ നിൽക്കുന്നു. ഇനി ഇദ്ദേഹം അഹീന്ദ്രബന്ധുവും. ഇവിടെ എന്താ പറയുന്നത്? ഇദ്ദേഹം എല്ലാ നാഗങ്ങളുടെയും സുഹൃത്താണെന്ന്. അതെന്താ നാഗങ്ങളുടെ സുഹൃത്തായിട്ട് പറയുന്നത്? കാരണം
ഇദ്ദേഹം അനന്തൻ്റെ സുഹൃത്താണ്. അന്നേരം അനന്തൻ്റെ സുഹൃത്തായതുകൊണ്ട് അനന്തൻ നാഗമാണല്ലോ, അതുകൊണ്ട് എല്ലാ നാഗങ്ങളുടെയും സുഹൃത്താണ് ഭഗവാൻ എന്നിവിടെ പറയുന്നു. അന്നേരം ഇവിടെ 1000 തലകളോട് കൂടി നിൽക്കുന്ന അനന്തൻ്റെ ഇടയിൽ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്നതായിട്ട് മൈത്രഋഷി കണ്ടു. എല്ലാ അമൂല്യ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഭഗവാനെ. എന്നിട്ട് ചില സമയത്ത് പറയുന്നത് ഭഗവാൻ സമുദ്രത്തിൻ്റെ മുകളിലല്ല കിടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങും. അത് സ്വിമ്മിങ് പൂളിൽ ഇങ്ങനെ കിടക്കുന്ന പോലെയാണ് ഭഗവാൻ. ഇടയ്ക്കിടയ്ക്ക് അനന്തൻ ഇങ്ങനെ മുക്കും ഭഗവാനെ, എന്നിട്ട് പൊക്കും വീണ്ടും. എന്തായിരിക്കും അല്ലേ, അടിപൊളി അടിപൊളി. അന്നേരം ഇവിടെ നിത്യവും അഭിഷേകം നടന്നുകൊണ്ടിരിക്കും. അന്നേരം ഇങ്ങനെ കിടത്തും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അനന്തൻ ഇങ്ങനെ ഫ്ലെക്സിബിൾ ബെഡാണല്ലോ, അല്ല നമ്മൾ കിടക്കുന്ന പോലെയുള്ള ഒരു പായോ ബെഡും അല്ല. അനന്തൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുക. അന്നേരം ഭഗവാന് നല്ല മസാജും കിട്ടും. ഭഗവാന് പ്രത്യേകിച്ച് മസാജ് ചെയ്യാൻ ആരുടെ ആവശ്യമില്ല. പക്ഷെ ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം അനന്തൻ വാല് വെച്ചിട്ട് ഇങ്ങനെ കൈയൊക്കെ അമർത്തി കൊടുക്കും, മുതുവൊക്കെ ഒന്ന് അമർത്തി കൊടുക്കും, നടുവൊക്കെ ഒന്ന്. അല്ലാതെ ഇങ്ങനെ നമ്മൾ സീരിയലിലൊക്കെ കാണുന്ന പോലെ അനന്തൻ ഇങ്ങനെ തന്നെ നിൽക്കുകയല്ല. ഇത് ഒറിജിനൽ അനന്തനാണ്, അനങ്ങാൻ പറ്റുന്ന അനന്തനാണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഭഗവാൻ മസാജ് ചെയ്തുകൊണ്ട് ഫുൾ ബോഡി മസാജ്. എന്നിട്ട് മസാജ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഭഗവാനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും അല്ലേ. എന്നിട്ട് പിന്നെ ഭഗവാനെ ഒറ്റ മുക്ക്, എന്നിട്ട് വീണ്ടും ഭഗവാൻ. അങ്ങനെ ചില സമയത്ത് ഭഗവാൻ സമുദ്രജലത്തിൽ ഇങ്ങനെ മുങ്ങും, ചിലപ്പോൾ മുളി വരും. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. അല്ല ചുമ്മാ ഒറ്റ കിടപ്പല്ല, ഭഗവാൻ ഫുൾ എൻജോയ് ചെയ്യുക. ഇത് പത്മനാഭസ്വാമിയുടെ ഒരു പൂജാരി എപ്പോഴോ അനന്തൻ സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടോ. പിന്നെ അനന്തൻ ആരാ, ഭഗവാൻ തന്നെയല്ലേ, ഭഗവാൻ തന്നെയാണ്. ഒരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജാരി പൊതുവെ മണി അടിച്ചിട്ടാണല്ലോ കയറേണ്ടത്. മണി അടിക്കാതെ നേരെ അകത്തോട്ട് കയറിയപ്പം ഭഗവാൻ കൈയിട്ട് ഇങ്ങനെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടത്. ഈ സ്വിമ്മിങ് പൂളിൽ നീന്തുന്ന ആളെ കണ്ടിട്ട് ബോധം കെട്ടു, വാതിലടച്ചു. ഹരേ കൃഷ്ണ. അതേപോലെ ഭഗവാൻ ഇങ്ങനെ ഫുൾ എൻജോയ് ചെയ്യാണ് ഈ ഗർഭജലത്തിൽ. നിവീതം ആംനയാ മധുവ്രതശ്രിയ സ്വകീർത്തിമയ്യാ വനമാല്യഹാരിം സുയേന്ദ്രുവൈ അഗനീയഗമം ത്രിധാമഭി. പരിക്രമാത് പ്രാഥനികീർദുരാസദം. ബ്രഹ്മദേവൻ വലിയ പർവ്വതത്തെ പോലെ നല്ല ശക്തമായിട്ടുള്ള കട്ട ശരീരമാണ്, നല്ല ഷേപ്പിന് ഒതുങ്ങിയിരിക്കുന്ന ശരീരം. അതെ, പൊതുവേ നമ്മൾ എന്ത് പറയുന്നേ, നല്ല ബോഡിയുള്ള വ്യക്തികൾക്ക് സൗന്ദര്യം കാണത്തില്ല, സൗന്ദര്യമുള്ളവർക്ക് ബോഡി അത്ര കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നടന്മാരെങ്ങനെയൊക്കെ ഒപ്പിച്ചിരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ അത് നിലനിർത്താനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഭഗവാന്റെ ശരീരം വളരെ ഷേപ്പിലുമാണ്, അതി പെർഫെക്റ്റ് ബോഡി, സൗന്ദര്യവും കിട്ടില്ല. അന്നേരം ബ്രഹ്മദേവൻ നോക്കി, എന്നിട്ട് മനസ്സിലാക്കി ഇത് സാക്ഷാൽ ഹരിയാണെന്ന് മനസ്സിലായി. ഭഗവാന്റെ കഴുത്തിലുള്ള വനമാലയൊക്കെ കണ്ടു. എന്നിട്ട് ഭഗവാൻ അതിസുന്ദരനായിട്ട് ബ്രഹ്മദേവൻ കണ്ടു. എന്നിട്ട് ഭഗവാന്റെ കയ്യിൽ സുദർശന ചക്രം. സൂര്യനോ ചന്ദ്രനോ ദേവന്മാർക്ക് ആർക്കും ഭഗവാന്റെ അടുത്ത് പോലും പ്രവേശിക്കാൻ കഴിയില്ല. താർഹി ഏവ തത്നാഭി സരസരോജം ആത്മനം അംബ ശ്വസനം വിയച്ച ദദർശ ദേവ ജഗദ വിദാദ ന അധപരം ലോകവിസർഗദൃഷ്ടി. അങ്ങനെ ബ്രഹ്മദേവൻ കാരണഭൂതനായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോൾ അതേ സൃഷ്ടിയെ നോക്കി. അന്നേരം ഭഗവാന്റെ നാഭിയിൽ
ഒരു കുളമുണ്ട്, ഒരു തടാകം പോലെ. ആ തടാകത്തിൽ നിന്നാണ് ഈ താമര വരുന്നത്. ഒന്ന് ആലോചിച്ച്. അന്നേരം ഭഗവാന്റെ നാഭിയിലുള്ള ആ കുളത്തെ, തടാകത്തെ ബ്രഹ്മദേവൻ കണ്ടു. എന്നിട്ട് ഈ കാരണജലത്തെയും കണ്ടു. എല്ലാം ബ്രഹ്മദേവന് കാണാൻ കഴിഞ്ഞു. സകർമ്മ ബീജം രജസോപരക്ത പ്രജാ ശിക്ഷൻ യത് ഏവ ദൃഷ്ട്വാ അസ്തോദ്വിസർഗാഭിമുഖസ്തമീദ്യം അവ്യക്തവർത്തമനി അഭിവേശിതാത്മാ. അങ്ങനെ ബ്രഹ്മദേവന് സൃഷ്ടി ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം ലഭിച്ചു. അങ്ങനെ ബ്രഹ്മദേവന് സൃഷ്ടി ചെയ്യാനുള്ള ഒരു പ്രചോദനം ലഭിച്ചു. അങ്ങനെ ബ്രഹ്മദേവൻ സൃഷ്ടി ആരംഭിക്കുകയാണ്. ഇനി അടുത്ത അധ്യായം ബ്രഹ്മദേവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ബ്രഹ്മസ്തുതിയാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? ഒമ്പതാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം. ബ്രഹ്മ ഉവാച ജ്ഞാതോऽസി മേ അദ്യ സുചിരം നനു ദേഹഭാജം ന ജ്ഞായത്തെ ഭഗവതോ ഗതിർ ഇതി അവധ്യം ന അന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണവിധികരാദ്യതുരുർവിഭാസി. ബ്രഹ്മദേവൻ പറഞ്ഞു, ഭഗവാനെ, എത്രയോ നാളുകളുടെ തപസ്സിന് ശേഷം ഞാൻ ഇന്ന് അങ്ങേ അറിയുന്നു. ഞാൻ എത്ര ഭാഗ്യവാനാണ്. അങ്ങേ അറിയാൻ കഴിയാത്ത ജീവാത്മാക്കൾ എത്ര നിർഭാഗ്യരാണ്. ബ്രഹ്മദേവൻ പറയുകയാണ്, ഈ ലോകത്തിൽ അറിയേണ്ടതായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങേക്കപ്പുറത്തായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അങ്ങേക്കപ്പുറം അങ്ങ് തന്നെയാണ് പരമസത്യം. അങ്ങ് തന്നെയാണ് ഈ സൃഷ്ടിയുടെ ആധാരം. രൂപം യദേതത് അവബോധരസാരസോദയേന ശശ്വന്നിവൃത്തതമസാ സദ് അനുഗ്രഹായ ആദോ ഗൃഹീതം അവതാര ശതൈകബീജം യജ്ഞാഭി പത്മഭവനാത് അഹം അവീരസം. അങ്ങയുടെ ഈ സുന്ദരമായിട്ടുള്ള രൂപം എല്ലാവിധ ഭൗതിക കൽമഷങ്ങൾക്കും അപ്പുറത്താണ്. അങ്ങ് ഈ രൂപം കാണിക്കുന്നത് അങ്ങയുടെ വലിയൊരു കാരുണ്യമാണ്. അങ്ങയിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ അവതാരങ്ങളും വരുന്നത്. ഞാൻ അങ്ങയുടെ നാഭിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. ന അഥാ പരം പരമാ യത് ഭവതാ സ്വരൂപം ആനന്ദമാത്രം അവികൽപം അവിദ്ധവർച്ച പശ്യാമി വിശ്വസൃജം ഏകം അവിശ്വമാത്മൻ ഭൂത ഇന്ദ്രിയാത്മക മദതേ ഉപാശ്രിതാസ്മി. ഭഗവാനെ, അങ്ങേക്കാട്ടി സച്ചിദാനന്ദ രൂപത്തോടുകൂടി ഞാൻ വേറെ ആരെയും ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങയുടെ ബ്രഹ്മജ്യോതിയിലൂടെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. ഞാൻ എൻ്റെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാമാണെന്ന് കരുതുന്നു. പക്ഷേ ഈ ശരീരവും ഇന്ദ്രിയത്തിൻ്റെയും സ്വാമി അങ്ങ് തന്നെയാണ്. അങ്ങാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരം. അങ്ങ് ഈ സൃഷ്ടിയുടെ എല്ലാം കാരണം അങ്ങാണെങ്കിലും അങ്ങ് അതുമായിട്ട് ഒരു ബന്ധമില്ലാതെ നിൽക്കുന്നു. തദ്വാ ഇദം ഭുവനമംഗളായ ധ്യാനേ സ്മന ദർശിതം തേ ഉപാസകാനം തസ്മൈ നമ ഭഗവതേ അനുവിധേമ തുഭ്യം ഗ്യ അനാദ്രിത നരകഭാഗ്വി അസത് പ്രസംഗേ. അങ്ങയുടെ ഈ സുന്ദരമായിട്ടുള്ള രൂപവും അങ്ങ് ഓരോ സമയത്തും വരുന്ന ആ രൂപവും എല്ലാവർക്കും എന്നും മംഗളകരമാണ്. അങ്ങ് ഈ സുന്ദരമായിട്ടുള്ള രൂപം നമ്മളെ കാണിക്കുന്നത് ആ രൂപത്തെ ധ്യാനിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആരാണോ മോക്ഷത്തിൽ താല്പര്യമില്ലാതെ നരകയാതനകൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ നരകത്തിൽ പോകാൻ അത്രത്തോളം ഉറച്ച തീരുമാനമെടുത്തവർ,
അവരെപ്പോഴും അങ്ങയുടെ സുന്ദര രൂപത്തെ അവഗണിക്കും. അവരെപ്പോഴും ഭൗതിക രൂപങ്ങളുടെ പുറകെ പോകും എന്ന് ഇവിടെ ബ്രഹ്മദേവൻ പറയും. യേതു ത്വദീയ ചരണാംബുജകോശഗന്ധം ജിഗ്രന്ഥി കർണവിവൈരേ ശ്രുതി വാദനീതം ഭക്ത്യാ ഗൃഹീതചരണ പരയാ ച തേഷം ന അപൈഷിനാഥ ഹൃദയാംബുരുഹത് സ്വപുംസാം. ഭഗവാനെ, അങ്ങയുടെ തൃപ്പാദത്തിലെ ഗന്ധം അനുഭവിക്കുന്ന ആ ഒരു വ്യക്തികൾ, അതായത് യഥാർത്ഥത്തിൽ വേദങ്ങളിലൂടെ അങ്ങയുടെ തൃപ്പാദത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഭഗവാനെ ആര് കണ്ടാലും അവരെല്ലാം കവികളായിട്ട് മാറും. അന്നേരം ഇവിടെ പറയുന്നു, വേദങ്ങളിലൂടെ അങ്ങയുടെ സ്തുതികൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വേദ ശബ്ദങ്ങളൊക്കെ അത് ശബ്ദമല്ല, അതൊരു ഗന്ധമാണ്, സുഗന്ധമാണ്. അന്നേരം ആ സുഗന്ധം ചെവിയാകുന്ന മൂക്കിലൂടെ അകത്തോട്ട് കയറിപ്പോ. അന്നേരം എന്തൊക്കെയല്ലേ പ്രബല. ഇതേപോലെയല്ലേ സിനിമയിലുമൊക്കെ എന്തു പറയുന്നത്, നടന്മാർ നടികളെ കാണുമ്പോഴത്തേക്ക്, ചന്ദ്രൻ നിന്റെ മുഖത്തിങ്ങനെ ഉദിച്ചു വരുന്നതായിട്ട് തോന്നുന്നു എന്നൊക്കെ പലതും തോന്നും. പിന്നെ അത് ചന്ദ്രനല്ല എന്ന് പിന്നെയാണ് മനസ്സിലായത്. ഹരേ കൃഷ്ണ. പക്ഷെ എന്തു പറയുന്നത്, പക്ഷെ ഇത് ഒറിജിനലി അങ്ങനെയാണ്. അന്നേരം ബ്രഹ്മദേവൻ ഭഗവാനെ കുറിച്ച് സ്തുതിക്കുമ്പോൾ പറയുന്നത് എന്താണ്, ഇത് അങ്ങയുടെ തൃപ്പാദത്തിൽ നിന്ന് വരുന്ന ആ സുഗന്ധം പോലെയാണ്. എന്ത്, അങ്ങയെക്കുറിച്ചുള്ള ശബ്ദങ്ങളൊക്കെ, അതൊക്കെ ഈ മൂക്കിനകത്ത് ഗന്ധം പോകുന്ന പോലെ ചെവിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ പ്രവേശിച്ച് ഒരു മാസ്മരികത സൃഷ്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് മാത്രമേ അങ്ങയുടെ ഭക്തരാകാൻ കഴിയൂ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവിടുത്തെ ഹൃദയത്തിൽ നിന്നും അവരുടെ ഹൃദയത്തിൽ നിന്നും അങ്ങയുടെ തൃപ്പാദത്തെ ഒരിക്കലും അകറ്റാൻ കഴിയും. കാരണം അവർക്ക് ദേ ഹാവ് ഫോളൻ ഇൻ ലവ് വിത്ത് യു. അവർക്ക് അങ്ങയോട് പ്രേമമായി, അല്ലേ? വീണുപോയി അങ്ങയുടെ മുമ്പിൽ. പ്രേമത്തിൽ എല്ലാവരും വീഴുകയാണല്ലോ ചെയ്യുന്നത്. വീണതാണെന്ന് പിന്നെ മനസ്സിലാവും, കുറേ വർഷം കഴിയും, അല്ലേ? അതേപോലെ നമ്മൾ ഭക്തരും വീണുപോയി ഭക്തിയിൽ, അല്ലേ? കൃഷ്ണൻ്റെ വി ഫെൽ ഇൻ ലവ്, ഭക്തിയിലങ്ങ് വീണുപോയി. എന്ത് ചെയ്യാനാ, അല്ലേ? ഹരേ കൃഷ്ണ. പുറം ലോകത്തിലുള്ള ആൾക്കാരും വീണ് കിടക്കുകയാണ്. അവർ മായയുടെ മുമ്പിൽ വീണ് കിടക്കുകയാണ്. ഫെൽ ഇൻ ലവ് വിത്ത് മായ. മായയുടെ ഒബ്ജക്ട്സ്, മായയുടെ ഉപകരണങ്ങളുടെ മുമ്പിൽ വീണുപോയി. പക്ഷേ കൃഷ്ണൻ്റെ മുമ്പിൽ വീഴുക, അതാണ് അടിപൊളി, അല്ലേ? താവത് ഭയം ദ്രവിണദേഹ സുഹൃത് നിമിത്തം ശോകസ്പൃഹ പരിഭവ വിപുലചാലോഭ താവത് മമ ഈതി അസത് വഗ്രണാർത്തിമൂലം യാവത് നതേയംഗ്രീം ഭയം പ്രവൃണിത ലോക. ബ്രഹ്മദേവൻ പറയുന്നു, ഭഗവാനെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവാത്മാക്കളും, അന്നേരം കാരണം ഇതിനു മുമ്പേ നടന്ന സൃഷ്ടിയെക്കുറിച്ചൊക്കെ ബ്രഹ്മദേവൻ അറിയാം. ഈ ലോകത്തിലുള്ള എല്ലാവരും അവർ ആസ്വാദനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അതിലെല്ലാം അവർ പല പല കഷ്ടതകൾ നേരിടുന്നു. അതിലൂടെ അവർ വളരെയധികം നാണം കെട്ട് കിടക്കുകയാണ് എന്ന് പറയുന്നു. അവർക്ക് ഒരു അപകർഷത ബോധത്തോടു കൂടി ഇരിക്കുകയാണ്. അവർ പരിശ്രമിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് എപ്പോഴും അവർക്ക് ഭയമാണ്. അവരെപ്പോഴും അവരുടെ സ്വത്തും ശരീരവും സുഹൃത്തുക്കളെയും സംരക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷേ അവരൊന്നും ഒരിക്കലും സുരക്ഷിതരായിട്ടിരിക്കത്തില്ല. ആലോചിച്ചു. അതായത് ശരീരം സുരക്ഷിതനാക്കാൻ നോക്കും, അല്ലേ? പല പല നന്നായി തിന്ന് കയറ്റും, പക്ഷെ ശരീരത്തൊന്നും കാണത്തുമില്ല. ആ കഴിക്കുന്നത് തന്നെ പിന്നെ രോഗമായിട്ട് കഴിച്ചാലോ കൊളസ്ട്രോള്, BP, ഫാറ്റ് അതൊക്കെ വരും. കഴിച്ചില്ലെങ്കിലോ ആസിഡിറ്റി, അൾസറും. ഹരേ കൃഷ്ണ. ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നിൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് വീണ് എല്ലൊടി. ഫുൾ കോമഡിയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അന്നേരം നമ്മൾ ഇത്രയും സ്നേഹിക്കുക നമ്മുടെ ശരീരത്തെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ആകെ ഫ്രസ്ട്രേറ്റഡ്. എനിക്ക് ചിരി വന്നു. അവരുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ എല്ലാവരെയും സംരക്ഷിക്കാൻ നോക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല.
ചെറുപ്പമായിരിക്കുന്ന സമയത്ത് നല്ല ജോലി കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പഠിക്കും. അവസാനം ജോലി കിട്ടുമ്പോഴോ അതിൽ അവിടെ ഇറങ്ങി ഒരു ടെൻഷൻ, ഇഷ്ടം പോലെ ടെൻഷനും സമാധാനക്കേടുമായിരിക്കും. അത് കുഴപ്പമില്ല അല്ലേ, എന്തോ നന്നായി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സുഖിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ 40 ആകുമ്പോൾ ഓരോ രോഗങ്ങൾ തുടങ്ങും. ആരെയും കളിയാക്കിയതല്ല, സത്യം. ഇനി ജോലിയെല്ലാം ഒതുങ്ങി, ജോലിയിൽ നിന്ന് അധികം ടെൻഷൻ ഇല്ല, നല്ല കാശും പൊസിഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ ഉടനെ വിചാരിക്കും എന്തായാലും ഒരു വിവാഹം കഴിക്കാം അല്ലേ, അതോട് കുറച്ചും കൂടെ സന്തോഷം, പിന്നെ ഉള്ള സമാധാനം കൂടെ ഇനി വിചാരിക്കും കുട്ടിയാവുമ്പോൾ എല്ലാം ശരിയാകുമ്പോൾ ഉള്ള സമാധാനം അടുത്തതും പോയി. കുട്ടി വലുതാവുമ്പോൾ ശരിയാവും എന്ന് പറയുമ്പോൾ വലുതാവുന്നതിനനുസരിച്ച് പ്രശ്നം കൂടിക്കൊണ്ടിരിക്കും. പെൺകുട്ടിയാണെങ്കിൽ ഏതെങ്കിലും ആപത്തിൽ ചെന്ന് ചാടുമെന്ന് ഒരു പേടിയായിരിക്കും. ആണാണെങ്കിൽ പിന്നെ എന്തുവാ ഒന്നും പറയണ്ട, പോകുന്നവിടെ എല്ലാം ആപത്തായിരിക്കും. പെൺകുട്ടിയാണെങ്കിൽ ആപത്ത് ഇങ്ങോട്ട് വരും, ആൺകുട്ടിയാണെങ്കിൽ ആപത്തിനെ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കും. അവസാനം അവരെ എങ്ങനെയെങ്കിലും ഒരു സുരക്ഷിതരാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് എല്ലാം സ്വസ്ഥമായിട്ടിരിക്കാന്ന് പറയുമ്പോൾ കാല് വയ്യ, നടു വയ്യ. എന്നിട്ട് മക്കൾക്കാണെങ്കിൽ നമ്മളെ വേണ്ട, അവർക്ക് നമ്മുടെ ഒരു പ്രോപ്പർട്ടി മാത്രം മതി, ബാക്കിയെല്ലാവരും നോക്കിയോളൂ. ഇനി ബുദ്ധിപരമായിട്ട് നമ്മൾ പ്രോപ്പർട്ടി ഒന്നും എഴുതി കൊടുക്കാതെ സന്തോഷമായിട്ടിരിക്കുക, അവർ ഈ പ്രോപ്പർട്ടി കയ്യിൽ വെച്ച് അതിൻ്റെ പേരിലെങ്കിലും മക്കൾ നോക്കുമെന്ന് പറയുമ്പോൾ അവരെന്നും പ്രാർത്ഥിക്കും എത്രയും പെട്ടെന്ന് ഇവരൊന്ന് പോയി കിട്ടണേ ഈശ്വര. ഹരേ കൃഷ്ണ. വളരെ വിചിത്രമായിട്ടുള്ള ലോകമാണ്. ആരാ പറയുന്നത്? ബ്രഹ്മദേവ്. ഇത് ഉണ്ടാക്കിയ ആളെ പറയുന്നത് ഇത് ശരിയാണ്, ഈ ലോകമേ ശരിയല്ല. അന്നേരം ഇവിടെ പറയുന്നു അവരെപ്പോഴും അവരുടെ ശരീരവും ബന്ധുക്കളെ എല്ലാം രക്ഷിക്കാൻ നോക്കും, പക്ഷെ എപ്പോഴും അവർക്ക് ദുഃഖം ലഭിക്കും. എന്നിട്ട് ഞാൻ എൻ്റേതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിക്കുന്നത് വരെ അവരെപ്പോഴും ഭയത്തിലായിരിക്കും. നമുക്കൊന്നും ഭയമില്ല അല്ലേ, ഭക്തർക്കാർക്കും ഭയം. എന്തുകൊണ്ട്? ഭഗവാന്റെ പാദത്തെ പിടിച്ചു. അഭയചരൺ, പ്രഭുപാജിയുടെ പേര് അഭയചരൺ. അഭയചരണം, അഭയം നൽകുന്ന ആ ചരണത്തെ മുറുകെ പിടിച്ച പിന്നെ എന്ത് ഭയം? ഒരു ഭയമില്ല. രോഗമാണെങ്കിൽ മക്കളെ നോക്കിയില്ല, ഒറ്റയ്ക്ക് നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. കാരണം എന്താ? നമുക്ക് ഭഗവാന്റെ പാദം കിട്ടിയിട്ടുണ്ടെന്ന്. വരുന്നിടത്ത് വെച്ച് കാണാം, ഭഗവാന്റെ പാദം മുറുകെ പിടിച്ചോ, അഭയചരണം. ആ അഭയചരണാര വിന്ദം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ടെൻഷൻ? നോ ടെൻഷൻ, ഓൾവേസ് ബ്ലിസ്ഫുൾ. അന്നേരം ആ പാദത്തെ പിടിക്കാത്ത എല്ലാവർക്കും എപ്പോഴും ടെൻഷൻ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം വിചാരിക്കുന്ന ഒന്നും നടക്കുന്ന വേറെന്തെങ്കിലും ആയിരിക്കും. ദൈവീനതേ ഹതധിയ ഭവതാ പ്രസംഗാത് സർവ അശുഭ ഉപശമനാത് വിമുഖ ഇന്ദ്രിയായേ കുർവന്തി കാമസുഖ ലേശലവായ ധീര ലോഭ അഭിഭൂത മനസാ അകുശലാനി ശാശ്വത്. കിടിലോ അല്ലേ? ഭഗവാന്റെ ബ്രഹ്മദേവന്റെ ആ സ്തുതി കിടിലോ അല്ലേ? സൂപ്പറായില്ലേ? മനസ്സ് നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു. ഇവിടെ പറയുന്നു, ഭഗവാനെ, ആരാണോ ഏറ്റവും ശുഭകരമായിട്ടുള്ള, ഈ ലോകത്തുള്ള ഏറ്റവും ശുഭകരമായിട്ടുള്ള അങ്ങയുടെ തിരുനാമം ജപിക്കാനോ കേൾക്കാനോ പറ്റാത്തത്, അവരെ പോലെ നിർഭാഗ്യരായിട്ട് തറ ആൾക്കാർ ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് പറയുന്നത്. അവർ ജീവിച്ചിരിക്കുന്നത് വെറുതെയാണ്, ഭൂമിക്ക് വലിയ ഭാരമാണ്. അവരെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഏറ്റവും അശുഭമായിട്ടുള്ള ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കും, ക്ഷണികമായിട്ടുള്ള ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ നാമം നാവ് കൊണ്ട് വരാത്ത, ഒരിക്കലും ചെവിയിൽ അങ്ങയുടെ നാമം കേൾക്കാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളും ഏറ്റവും വലിയ എന്തു പറയാ, നിർഭാഗ്യർ, ഇവരെ പോലെ ദരിദ്രർ ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് പറയുന്നത്.
പക്ഷെ അങ്ങയുടെ നാമം ജപിക്കുന്നവർ അവരാണ് ഏറ്റവും വലിയ സമ്പന്നർ. ബാക്കിയുള്ളവരുടെ ജീവിതമൊക്കെ അങ്ങയുടെ നാമം ജപിക്കുകയും കേൾക്കാത്ത വ്യക്തികളുടെ ജീവിതം വെറുതെ ജീവിതമാണ്, വെറുതെ ജീവിക്കുകയാണ് അവിടുന്ന് പറയുന്നത്. ആരാ പറയുന്നേ? ബ്രഹ്മദേവൻ. ഇതെല്ലാം സൃഷ്ടിച്ച ബ്രഹ്മദേവൻ. ത്രിധാതുഭീർ ഇമ മുഹു അർദ്യമാനാശ്രിത ഉഷ്ണവാത വരസി ഇതരാത് ച കാമാഗ്നിന അച്യുത രുഷാ ച സുധർഭരേണ സമ്പശ്യതാമന ഉരുക്രമ സീതതേ മേ. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറയുന്നു, അങ്ങ് ഏറ്റവും നല്ല നടനാട്ടോ, അങ്ങേപ്പോലെ ഒരു നടൻ ഈ ലോകത്ത് വേറെയില്ല. പക്ഷെ ഈ പാവപ്പെട്ട ജീവാത്മാക്കൾ അവരെ എപ്പോഴും പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുക. ഒന്നുകിൽ വിശപ്പ്, അല്ലെങ്കിൽ പിന്നെ ദാഹം, അല്ലെങ്കിൽ പിന്നെ തണുപ്പ്, അല്ലെങ്കിൽ പിന്നെ ചൂട്, അല്ലെങ്കിൽ പിന്നെ കഫം, വാതം, പിത്തം, അല്ലെങ്കിൽ ചുമച്ചുകൊണ്ടിരിക്കും. ബ്രഹ്മം കെടിലല്ല. സത്യം പറയുന്നത് എന്നും കേട്ടോണ്ടിരിക്കണം ഈ ബ്രഹ്മസ്ഥിതി. അല്ലെങ്കിൽ പിന്നെ കൊടും ചൂടത്ത് ഇങ്ങനെ ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മഴ പ്രശ്നമായിരിക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം എപ്പോഴും ആൾക്കാരുടെ ജീവിതത്തിൽ കാണും. അല്ലെങ്കിൽ പിന്നെ ലൈംഗിക ആസക്തി കൂടി അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പിന്നെ അഹങ്കാരവും ക്രോധവുമായിരിക്കും. ഇവരെയൊക്കെ കാണുമ്പോൾ ഭഗവാനെ എനിക്ക് വലിയ വിഷമം തോന്നുന്നു ഭഗവാനെ എന്ന് പറഞ്ഞു. യാവത് പൃഥക്ത്വം ഇദം ആത്മന ഇന്ദ്രിയാർത്ഥ മായാബലം ഭഗവതാ ജന ഈശ പശ്യേത്താവത് ന സംസ്മൃതി അസോ പ്രതിസംക്രമേത വ്യർത്ഥ അപി ദുഃഖ നിവഹം വഹതി ക്രിയാർത്ഥ. പറയുന്നു, ഭഗവാനെ, യഥാർത്ഥത്തിൽ ഈ ചുമയാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. പക്ഷെ ഈ വിഡ്ഢികൾ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ ഭഗവാനെ. പക്ഷേ എത്രത്തോളം കാലം ഈ ശരീരത്തെ അവർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് കേട്ടോ. ബ്രഹ്മദേവൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പറയുകയാണ്. ഈ ശരീരത്തെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ അത്രത്തോളം ദുഃഖം അനുഭവിക്കുന്നു. എത്രത്തോളം നമ്മൾ ഈ ശരീരത്തെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നില്ല ദുഃഖവും വരത്തില്ല. ഇത് രണ്ടും ഒരേപോലെ നിൽക്കുന്നതാണ്. ആസ്വദിച്ചോ ദുഃഖം ഉണ്ടായിരിക്കും, ആസ്വദിച്ചില്ല ദുഃഖമില്ല. അങ്ങനെയാണ് ഈ ശരീരം. എന്നിട്ട് എത്ര കാലം നമ്മൾ ഈ ശരീരത്തെ ആസ്വദിച്ചോ അത്രയും കാലം വൃദ്ധാവസ്ഥയിൽ ദുഃഖിക്കേണ്ടി വരും. യൗവനാവസ്ഥയിൽ ഈ ശരീരത്തെ തപസ്യയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, ഭഗവാനെ അറിയാൻ വേണ്ടി കഠിനമായിട്ടുള്ള തപസ്യകളും വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിച്ചിരുന്നു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരത്തില്ല. എന്നാൽ ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നു, അങ്ങയുടെ മായാശക്തിയിൽ അതിൽ വീണുപോയി ഇവർ ജീവാത്മാക്കൾ അവരുടെ ആസ്വാദനത്തിന് വേണ്ടി ഈ ശരീരത്തെ ഉപയോഗിക്കുന്നു. അതിലൂടെ ഒരുപാട് ക്ലേശങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്ര മനോഹരമായിട്ടുണ്ടല്ലേ, ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു സ്തുതി അല്ലേ. അഹിനി ആപൃതാർത്ഥ കാരണ നിശയന നാനാ മനോരഥ ദിയാക്ഷണ ഭഗ്ന നിദ്രാ ദേവാഹതാർത്ഥ രചന ഋഷയാ അപി ദേവ യുഷ്മാത് പ്രസംഗ വിമുഖ ഇഹി സംസ്മരന്തി. അന്നേരം ഇങ്ങനെയുള്ള അഭക്തരായിട്ടുള്ള വ്യക്തികൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ പറയുന്നു, അവരുടെ ഇന്ദ്രിയങ്ങളെ, അവരുടെ ശരീരത്തെ എപ്പോഴും ദുഷ്കരമായിട്ടുള്ള പ്രവർത്തികൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ഒരാൾക്ക് മതി. ശരി. ഹരേ കൃഷ്ണ. അന്നേരം ഇവിടെ പറയുന്നു, അന്നേരം ഭഗവാന്റെ ഭക്തിയിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾ അവരെപ്പോഴും ശരീരത്തെ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അങ്ങനെ ദിവസം മുഴുവൻ ഘോരമായിട്ടുള്ള പ്രവൃത്തി, ഘോരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലതാ നിരർത്ഥകമായിട്ടുള്ള കാര്യം, നിരർത്ഥകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അതിനൊരു ഉദാഹരണം പറയുന്നു, നമ്മൾ ഈ നെല്ലിൽ നിന്ന് അരി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനം എന്താ ഉള്ളത്? അത് തവിട് മാത്രമേ കാണൂ. ആ തവിടിനെ വീണ്ടും വീണ്ടും അടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ? അതേപോലെയാണ് ഇന്നത്തെ ആൾക്കാർ നിരർത്ഥകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? അന്നേരം ഇവിടെ പറയുന്നു,
വെറും ഘോരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ അവർക്ക് സമാധാനമായിട്ട് ഉറക്കം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ മനസ്സ് പല പല മേഖലകളിൽ ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. കറക്റ്റല്ലേ? ബ്രഹ്മം എത്ര കറക്റ്റായിട്ടാണ്. അതായത് സത്യം പറഞ്ഞാൽ ഈ 4-5-10 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ കിടിലമാണ്. എല്ലാ കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വലിയൊരു പാഠമാണ് ഈ 10 ശ്ലോകങ്ങൾ. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. പക്ഷേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ പ്രഭുപാദ്ജിയുടെ ഭാഗവതം, അല്ലാതെ നമുക്ക് ഒരിക്കലും മനസ്സിലാകും. ബാക്കിയുള്ളത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചാൽ പൊട്ടാതെ കുറേ മലയാള വാക്കുകൾ ഉപയോഗിക്കും. നമുക്ക് ഒന്നും മനസ്സിലായി, എല്ലാം തലയുടെ മേളിൽ കൂടെ പോകും. പക്ഷെ പ്രഭുപാദ്ജിയുടെ ഭാഗം അത് കിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ നമ്മൾ ഇന്നത്തെ ആ ക്ലാസ് ഈ 10 ശ്ലോകങ്ങളുടെ അത് നിങ്ങൾ ആരെങ്കിലും കട്ട് ചെയ്ത് നിങ്ങൾ വീണ്ടും വീണ്ടും ഓഡിയോ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഇവിടെ പറയുന്നു, അന്നേരം പകൽ മുഴുവൻ ഘോരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് രാത്രി അവർക്ക് ഉറക്കമില്ല. കാരണം എന്താ? ഇത്രയും ഘോര പ്രവർത്തികൾ മനസ്സിങ്ങനെ മഗ്നരായിട്ടിരുന്നത് കൊണ്ട് അവരുടെ മനസ്സ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് പല ദിശകളിലും. അതുകൊണ്ട് അത് കൂടാതെ അവർക്ക് ഈശ്വരീയ കാര്യത്തിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും തടസ്സം വരും ദേവന്മാരിലൂടെ. നോക്കണേ, എല്ലാ കാര്യത്തിലും വിഘ്നങ്ങൾ വരും. എന്തുകൊണ്ട്? ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവരുടെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ വരുന്നതാണ്. പിന്നെ വൈഷ്ണവി മാതാജി ഇന്നലെ ദ്രൗപദി ദേവി എന്തുകൊണ്ട് പഞ്ചപാണ്ഡവരെ വിവാഹം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഷോർട്ട് വീഡിയോ ആണ്. ഇവിടെ പറയുന്നു, ഇവർ ഭഗവാന്റെ മുമ്പിൽ താല്പര്യപ്പെടാത്തതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മുടക്ക് വരും. ദൈവനിയോഗത്താൽ. ഭഗവാനല്ല, ദേവന്മാർ ചെയ്യും. വലിയ വലിയ ഋഷിമാർ പോലും, വലിയ വലിയ ജ്ഞാനികളായിട്ടുള്ള ഋഷിമാർ പോലും അവർ ഭഗവാന്റെ അതീന്ദ്രിയ കാര്യത്തിൽ താല്പര്യമില്ലെങ്കിൽ അവർ, ഒരു മാതാജി പറയുന്നു, എല്ലാ ദിവസവും ബ്രഹ്മാവിൻ്റെ സ്തുതി വായിക്കാറുണ്ട്. സ്തുതി വായിച്ചിട്ട് കാര്യമില്ല മാതാജി, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അക്ഷരാർത്ഥത്തിലൂടെ അങ്ങ് പ്രവേശിക്കണം. ഇതല്ല ബ്രഹ്മസ്തുതി. ബ്രഹ്മസ്തുതി 10-ാമത്തെ സ്കന്ധത്തിലാണ്. ഇത് വേറെയാണ്. ഞാൻ എന്താ പറയുന്നത് മനസ്സിലാക്കും. ഞാൻ എന്താ പറയുന്നത്, അമ്മ എന്താ പറയുന്നത്. അന്നേരം ഇവിടെ പറയുന്നു, വലിയ വലിയ ഋഷിമാർ പോലും, വലിയ ജ്ഞാനികളായിട്ടുള്ള ഋഷിമാർ പോലും, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യുന്നു എന്ന് പറയരുത്. ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്കെല്ലാം അറിയാം, കൂടുതൽ പറയേണ്ട എന്നാണ് ഉത്തരം വരുന്നത്. ഓക്കെ, അത് ശരിയല്ല. കേൾക്കുക. ഇത്രയും കാലം കേട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ആവശ്യമില്ല എന്നല്ലേ അതൊരു മെസ്സേജ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം കേട്ടതുപോലെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. അത് മാതാജി അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു എന്നല്ല. കേട്ടത് മനസ്സിലാക്കുക. ഇത് നമ്മൾ ഭാഗവത സപ്താഹത്തിലും കവർ ചെയ്ത കാര്യമാണ്. പക്ഷേ ഓരോ സമയത്തും ചർച്ച ചെയ്യുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കെല്ലാം അറിയാം എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു അറിവിൻ്റെ ആവശ്യമില്ല എന്നാണ് അവിടെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ ആയി പോകരുത്. കാരണം എത്ര കേട്ടാലും മതിയാകത്തില്ല. എത്രത്തോളം കാലം നമ്മൾ ഈ സ്വപ്ന ലോകത്തിൽ നിന്ന് ഉണരുന്നില്ല, അത്രത്തോളം കാലം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ എത്രത്തോളം ഉണർന്നു എന്ന്. ഇത്രയൊക്കെ വായിച്ചിട്ടും ഇത്രയൊക്കെ കേട്ടിട്ടും ഉണർന്നിട്ടില്ലെങ്കിൽ വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുക. അത്രയ്ക്ക് ഭൗതിക ലോകത്തിൽ മഗ്നരായിട്ട് ജീവിക്കുകയാണ്, സുഖലോലുപരായിട്ടിരിക്കുകയാണ്. ഇതാരാ പറയുന്നത്? ബ്രഹ്മദേവനാണ് പറയുന്നത്. ഇതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. നമ്മളെല്ലാ ദിവസവും ബ്രഹ്മസ്തുതി വായിച്ചതുകൊണ്ട് ഇത് മനസ്സിലാക്കണമെന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കണം, ഡെപ്തിൽ പോകണം, ആചരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറയുന്നത്, ദൈവം ഇത് മനസ്സിലാക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വായിക്കുന്നു എന്ന് എന്നോട് ഇങ്ങോട്ട് പറയരുത്. അതുകൊണ്ട് വായിച്ചത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കുക. മാറ്റമില്ലെങ്കിൽ ഇത് മാതാജിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്വയം ഒരു സെൽഫ് അനാലിസിസ് വേണം. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ സീരിയസ് ആയിട്ടിരിക്കണം.
എന്നാൽ ഇവിടെ പറയുന്നു, വലിയ വലിയ ഋഷിമാർ പോലും അങ്ങയുടെ അതീന്ദ്രിയ കാര്യത്തിൽ താല്പര്യമില്ലെങ്കിൽ, ഇവിടെ നോക്കൂ, ബ്രഹ്മദേവൻ പറയുന്നത്, വലിയ വലിയ ഋഷിമാരും പരമജ്ഞാനികളായിട്ടുള്ള ഋഷിമാർ പോലും അവർ ഈ സംസാര സാഗരത്തിൽ കിടന്ന് കറങ്ങുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മളൊക്കെ എവിടെ ഇരിക്കുന്നു? നമ്മൾ ചെയ്തൊന്നും പോരാ. ഇപ്പോഴും നമ്മൾ മായാലോകത്താണ്. നമ്മൾ എത്രത്തോളം വെള്ളത്തിലാണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമുക്കത് ബോധ്യപ്പെട്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. നമ്മളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 10ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞു. നാളെ നമുക്ക് 11ാമത്തെ ശ്ലോകം മുതലെടുക്കാം. ഇത് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കും. ഇതുവരെ ചെയ്തൊന്നും പോരാ, അതുകൊണ്ടല്ലേ നമ്മൾ ഭാഗവതം എടുക്കുന്നു. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഒന്നും പോരാ, ഭക്തിയിൽ ഇനിയും ഒരുപാട് ഉയരാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് എന്നോട് ഇതുവരെ പറയരുത്, ഒരിക്കലും പറയരുത്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല അത് നിങ്ങൾക്കറിയാം. പക്ഷെ പോരാ, വീണ്ടും ചെയ്യുക. ഇപ്പോൾ ഇതുവരെ ചെയ്തതൊന്നും പോരാ. നിത്യവും 16 മാല ജപിച്ചാലും പോരാ, നമ്മൾ എത്ര ചെയ്താലും അത് പോരാ. കാരണം ഇതുവരെയും നമ്മൾ കൃഷ്ണനെ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോഴും മായാലോകത്താണ്. ഇപ്പോഴും ഈ ശരീരത്തെ ഞാനായിട്ട് കാണുന്നു. ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ ആർത്തി തീർന്നിട്ടില്ല, ഉറങ്ങാനുള്ള താല്പര്യം തീർന്നിട്ടില്ല, എല്ലാത്തിനോടും ആർത്തിയും ആക്രാന്തം ഇപ്പോഴും പോയിട്ടില്ല. അതുകൊണ്ട് ദൈവം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറയരുത്. നിങ്ങൾക്കില്ല എങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ഭാഗ്യമെന്ന് കരുതുക, എന്നോടത് പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾ ഉയർന്ന ഭക്തരായിരിക്കും, ബാക്കിയുള്ളവരെല്ലാവരും പാവപ്പെട്ട ഭക്തരായിരിക്കും. ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആരും എന്നോട് അങ്ങനെ പറയരുത്, എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് ഭഗവാനോട് വലിയ അറ്റാച്ച്മെൻ്റാണ്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊന്നും പറയരുത്. എനിക്കത് ഭയങ്കര വിഷമമാവും. അത് നിങ്ങൾ ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നല്ല. ഒരു ഉയർന്ന ഭക്ത ഒരിക്കലും ചിന്തിക്കത്തില്ല ഞാൻ ഉയർന്നു എന്ന്. യഥാർത്ഥത്തിൽ ഉയർന്ന നിലവാരത്തിലിരിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും ചിന്തിക്കത്തില്ല ഞാൻ ഉയർന്ന നിലവാരത്തിലെത്തി, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ്. ഇതുവരെ എൻ്റെ ഭക്തി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അതിനു വേണ്ടി തുടർച്ചയായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തർ, അവരാണ് യഥാർത്ഥ പരിശുദ്ധ ഭക്തർ. ഞാൻ അഹങ്കാരം കൊണ്ടൊന്നും പറയുന്നതല്ല. ഒരുപാട് ഫേസ്ബുക്കിൽ പേജസ് കാണും, കിണ്ടി എങ്ങനെ കമത്തി വെക്കാം, കിണ്ടി കിഴക്കോട്ട് വെക്കണോ, വടക്കോട്ട് വെക്കണോ, തെക്കോട്ട് വെക്കണോ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ വിഗ്രഹം ഏത് ആംഗിളിൽ വളച്ചു വെക്കണം, എങ്ങനെ വെക്കണം, അങ്ങനെ വെക്കണം എന്നൊക്കെ ആർക്കും പറയാൻ പറ്റും. അങ്ങനെയുള്ള കുറേ വീഡിയോസ് കാണും. ഇന്ന് നമ്മൾ ഈ അമ്പലത്തിൽ വന്നു, ഭഗവാന്റെ ഇത് കണ്ടോ, ഭഗവാന്റെ അത് കണ്ടോ, ഭഗവാന്റെ മയിൽപ്പീലി കണ്ടോ, എനിക്ക് മയിൽപ്പീലി കിട്ടി, എൻ്റെ കൃഷ്ണ എനിക്ക് മയിൽപ്പീലി തന്നു, ഞാൻ എത്ര വലിയ ഭക്തരാണ് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇതൊക്കെ വെറും പ്രഹസനമാണ്. ഇതാരെയും കളിയാക്കുന്നില്ല, പക്ഷെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നമുക്കത് നമ്മുടെ ഈ പേര് എനിക്കത് ഒരു ഭയങ്കര ബോറടിക്കും അങ്ങനെയുള്ള ഭക്തി. നമുക്ക് ഒറിജിനൽ ഭക്തിയാണ് വേണ്ടത്. നമ്മളാരും പെർഫെക്റ്റ് അല്ല, പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അത് മതി. പെർഫെക്റ്റ് ആയിട്ടുള്ള ഭക്തരുടെ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമുക്ക് വേണ്ടത് പരിശുദ്ധ ഭക്തരെയാണ്. പരിശുദ്ധ ഭക്തരുടെ പാത പിന്തുടരുന്ന വഴി. ബ്രഹ്മദേവൻ, എനിക്ക് ഭഗവാനെ ഇമാജിൻ ചെയ്യുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിനകത്ത് എന്ത് സുഖം, എനിക്ക് ഭഗവാനെ നേരിട്ട് കാണണം, അതിലാണ് ത്രില്ലിരിക്കുന്നത്. വിതുരർ കണ്ടതുപോലെ, പാണ്ഡവർ കണ്ടതുപോലെ, പൂന്താനം കണ്ടതുപോലെ, കുറൂരമ്മ കണ്ടതുപോലെ, ബ്രഹ്മദേവൻ കണ്ടതുപോലെ, അത് ആരോടും പറഞ്ഞു നടക്കാറില്ല. കാരണം എനിക്ക് കിട്ടിയ നിധിയല്ല, അത് ആരോട് പറഞ്ഞു നടക്കും? അത് നമ്മുടെ മാത്രം ഒരു പേഴ്സണൽ റിലേഷനാണ് വിത്ത് കൃഷ്ണ. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് ഭയങ്കര ബോറടിയാണ്. അത് വെച്ച് ഭയങ്കര ബോറടിയായിരിക്കും അതൊക്കെ. അതിലെന്തിരിക്കുന്നത്? ഞാനും ഭഗവാനുമായിട്ടുള്ള ബന്ധം എൻ്റെ സീക്രട്ട് റിലേഷൻഷിപ്പാണ്. അതേപോലെ നിങ്ങളും ഭഗവാനുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ ഡീപ്പ് റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കൃഷ്ണൻ. അതിന് ആ റിലേഷൻഷിപ്പിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമുക്ക് ഭഗവാനുമായിട്ടൊരു പ്രേമ ബന്ധം അല്ല ചുമ്മാ പുറമെ ഗോപിക വേഷമൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ചു, ഈ സ്വാമി വേഷമൊക്കെ മാറ്റിയിട്ട് ഞാൻ ബ്ലൗസും പാവടയൊക്കെ എന്നിട്ട് ഞാൻ കൃഷ്ണന്റെ ഗോപികയാണ്.
ഒന്ന് പോ എന്നൊക്കെ പറയും. ഇത് ശരീരം, ഇതല്ല കൃഷ്ണന് വേണ്ട. കൃഷ്ണന് ഈ ലോകമായിട്ടുള്ള ഒന്നിനും താല്പര്യമില്ല. അതുകൊണ്ട് ഈ ശരീരമല്ല ഗോപിക ഉണ്ടത്, ഇതിനകത്തിരിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് ശരീരം ഭഗവാന് വേണ്ട. അതുകൊണ്ട് കൃഷ്ണന് ഈ ശരീരത്തിനോട് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ഈ ശരീരത്തിനോട് താല്പര്യം? അതുകൊണ്ട് ഈ ശരീരം ഭഗവാന്റെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കണം. അടുത്ത ഈ സ്വാമി ഞങ്ങളെ റിമൂവ്, ആരെ റിമൂവ് ചെയ്തില്ല, വിഷമിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ യുദ്ധത്തിൽ ഫോർ ഫ്രണ്ടിൽ കുറച്ച് പേര് കാണും, പുറകിൽ കുറച്ച് പേര് കാണും. അതിൻ്റെ പുറകിലുള്ള ആൾക്കാരെ തഴഞ്ഞു എന്നല്ലല്ലോ. ഇപ്പം ക്രിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ കാണും, പിന്നെ രണ്ടാമത് ഇറങ്ങുന്നവർ കാണും, മൂന്നാമത് ഇറങ്ങുന്നവർ കാണും. അതേപോലെയാണ്, ഒരു ലെയർ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ നിങ്ങളെ തഴഞ്ഞതൊന്നുമല്ല. സെൻറ്റിമെൻ്റൽ അടിച്ച് എന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യരുത് കേട്ടോ. ഒരു മാത്രമേ പറയാം, ഓ സ്വാമിജിക്ക് ഇപ്പം നമ്മളെ ഒന്നും വേണ്ട. നിങ്ങൾ ആദ്യം മനസ്സിലായി, ഞാൻ ഒരു സന്യാസിയാണ്. സന്യാസിക്ക് ആരോടും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല. അതിൻ്റെ അർത്ഥം സന്യാസിമാർ സ്വാർത്ഥരാണെന്നല്ല. ഇപ്പം ടീച്ചറില്ലേ, ടീച്ചറിന് എല്ലാ സ്റ്റുഡൻറ്റിനെയും ഇഷ്ടമാണ്, പക്ഷേ ആരോടും അറ്റാച്ച്മെന്റ് കാണത്തില്ല. അതുകൊണ്ട് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് ടീച്ചറിനെ സോപ്പിട്ട് കൈക്കലാക്കാതെ നോക്കരുത്. അങ്ങനെ ചില അമ്മമാരുണ്ട്, നമുക്ക് വയ്യ ഗുരുദേവ് ഇല്ല, നമുക്ക് പറ്റത്തില്ല, ഇങ്ങനെ ഗുരുദേവൻ്റെ ഗ്രൂപ്പിലേ ഇരിക്കും. അങ്ങനെ ചില, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഭഗവാന്റെ കാര്യം പറഞ്ഞാൽ ബാക്കി എല്ലാം ഓക്കെ, എൻ്റെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തൊക്കെ ആയാലും ഓക്കെ, പക്ഷെ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ ഞാൻ വലിയ സ്ട്രിക്റ്റ്, അറിയാമല്ലോ എൻ്റെ. അതുകൊണ്ട് ഞാൻ സ്ട്രിക്ട്ലി നോക്കുന്നത് നിങ്ങൾ എത്രത്തോളം കൃത്യമായിട്ട് ജപിക്കുന്നു അതാണ് നോക്കുന്നത്. ഇനി ഡൊണേഷൻ തന്ന് സുഖിപ്പിക്കാൻ നോക്കരുത്. ഇവിടെ അതൊന്നും വില പോകുന്നത്. ചില ഭക്തരുണ്ട്, ആ ഗുരുദേവന് ഡൊണേഷൻ കൊടുത്താൽ ചിലപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ. ഫസ്റ്റ് വേണ്ടത് 16 മാല ജപം, അത് സ്ട്രിക്റ്റ് ആയിരിക്കണം. അതല്ലാതെ ഒരു അടവും നടക്കത്തില്ല. അതുകൊണ്ട് 16 മാല ജപം അത് ആദ്യം സ്ട്രിക്റ്റ് ആക്കുക. അത് കറക്റ്റായിട്ടുള്ളവർക്കേ ഗോൾഡ് മെമ്പേഴ്സ് ഇരിക്കാൻ പറ്റും. ഇനി ഞാൻ 16 മാല ജപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, നല്ല പണി കിട്ടും. കാരണം നിങ്ങൾ കളിക്കുന്ന ഭഗവാനോട്. ഭഗവാൻ അറിയാലോ, ഭയങ്കര സൂത്രശാലി. അതുകൊണ്ട് കള്ളത്തരം പറയാതെ എന്തു പറയുന്നേ കറക്റ്റായിട്ട് സ്ട്രിക്ട്ലി 16 മാല ജപിക്കുന്നവർക്ക് മാത്രമേ ഗോൾഡ് മെമ്പേഴ്സിൽ കയറാൻ പറ്റൂ. എന്നിട്ട് ചുമ്മാ ഇരിക്കാൻ വേണ്ടിയല്ല അവരെ ഗോൾഡ് മെമ്പേഴ്സ് ആക്കി വെച്ചിരിക്കുന്നത്, ഫോർ ഫ്രണ്ടിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് അവർ പ്രചരണം ചെയ്യണം, അവർക്ക് ടാർഗറ്റ്സ് കാണും. ഇപ്പം എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, ആ ഞാൻ ഗോൾഡ് മെമ്പറായി, ഇനി നോക്കുക അടുത്ത ടാർഗറ്റ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക്. അന്നേരം ഗോൾഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആയിരിക്കണം. ഗോൾഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നല്ല ചൂട് തീയിൽ ഇങ്ങനെ ഉരുക്കി നല്ല ഗോൾഡ് ആയിക്കൊണ്ടേയിരിക്കും. അന്നേരം ഇത്രയും നാളും ഉള്ള രീതിയിലല്ല, ഇനി കൂടുതൽ സ്ട്രിക്റ്റ് ആയിരിക്കും, പോയ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഗ്രൂപ്പിൽ ഗോൾഡ് മെമ്പേഴ്സായിട്ട് കയറാത്തവർ എന്തുകൊണ്ട് കയറാൻ പറ്റിയില്ല എന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് കോർഡിനേറ്റേഴ്സിനോട് ചോദിക്കുക, മെസ്സേജ് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ ഒരു മാത്രം ഗോൾഡൻ പണി, അതെ അന്നേരം എന്തുകൊണ്ട് കയറാൻ പറ്റിയില്ല ആ പോരായ്മകളെ നികത്തുക ജെന്യൂൻലി. ഓക്കെ, കള്ളത്തരം കാണിക്കരുത്. കളിക്കുന്നത് ഏറ്റവും വലിയ കള്ളനോടാണ് കൃഷ്ണൻ. അതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആണ്. എന്നെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷെ കൃഷ്ണനെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിലാക്കും, പറ്റിക്കുന്നവരെ ആയിരിക്കും ആദ്യം കൃഷ്ണൻ പഠിക്കുന്നത്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക. കൃഷ്ണൻ്റെ ഗ്രൂപ്പാണിത്, അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഗ്രൂപ്പ്. ഗുരുവായൂരപ്പൻ കൊടുത്ത പടി അറിയാമല്ലോ. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് കള്ളത്തരം കാണിക്കരുത്, നുഴഞ്ഞു കയറാമെന്ന് വിചാരിക്കരുത്.
അന്നേരം ഗോൾഡൻ മെമ്പേഴ്സ് ആവണമെങ്കിൽ 16 മാല സ്ട്രിക്റ്റ് ആയിട്ട് ജപിക്കണം. ഇനി അഥവാ ഗോൾഡൻ മെമ്പർ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഒരു മാത്രമേ ചോദിക്കുക, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താവും? പുറത്താകും, അത്രയേ ഉള്ളൂ. പക്ഷെ പേടിക്കണ്ട, ഈ ഗോലോകത്തിൻ്റെ ഇനി 2 ഗ്രൂപ്പ്സേ ഉള്ളൂ. ഒന്ന് ഗോൾഡൻ മെമ്പേഴ്സും ഓർഡിനറി മെമ്പേഴ്സും. ഓർഡിനറി മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാല ജപിക്കുക, ഒറ്റ മാല ജപിക്കുന്ന ആർക്കും ഗോലോകത്തിലെ മെമ്പറാകും. ഒറ്റ മാല, ഓക്കെ, ഒറ്റ മാല ജപിക്കുന്ന ആർക്കും ഗോലോകത്തിലെ മെമ്പറാകും. അവർക്ക് മെമ്പർഷിപ്പ് കാർഡും ലഭിക്കും. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സേവനത്തിനായിട്ട് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അത് ഡീറ്റെയിൽസ് കോർഡിനേറ്റേഴ്സ് പറയും. അല്ലെങ്കിൽ പിന്നെ 16 മാല ജപിക്കണം. ഒരു മാല, ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു, ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു മാല ജപിക്കുന്നവർക്ക്, അന്നേരം നിങ്ങൾ 16 മാല ജപിച്ചില്ല, ഞാൻ 8 മാല ജപിക്കുന്നുള്ളൂ, മെല്ലെ 16 ആകാം, അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഇല്ല, സോറി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർഡിനറി ഗ്രൂപ്പിലിരിക്കുക. എന്നിട്ട് മെല്ലെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഗോൾഡൻ 916 ഉയരുക. മനസ്സിലായില്ലേ? അന്നേരം അവിടെ എന്നിട്ട് ഇരുന്നാൽ പോരാ. ഞാൻ 16 മാല ജപിക്കുന്നുണ്ട്, ആശ്രമത്തിൻ്റെ സേവനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പോരാ. പ്രചരണം ചെയ്യണം, കൂടുതൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യണം. ഓരോ ആഴ്ചയിലും 1 പേരെങ്കിലും ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യണം? 108 ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം എന്ന ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം. അവർക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവർ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, മെല്ലെ വെജിറ്റേറിയൻ ആയാൽ മതി. അങ്ങനെ 1 മാല ജപിക്കുന്നവർക്ക് ഈ ഗോലോക മെമ്പർഷിപ്പ് കിട്ടും. എന്നിട്ട് അവർക്ക് എന്താ, ഗുരുവായൂരിൽ വരുമ്പോൾ നമ്മൾ എല്ലാവിധ സപ്പോർട്ടും അവർക്ക് നൽകും, ഫെസിലിറ്റീസൊക്കെ കിട്ടും. യാത്രയിൽ പങ്കെടുക്കാം, യാത്രയിൽ ഡിസ്കൗണ്ട് കാണും അവർക്ക്. അന്നേരം അവർക്ക് ആ മെമ്പർഷിപ്പ് കാണും. എന്നിട്ട് ഈ ആഡ് ചെയ്യുന്ന മെമ്പേഴ്സിനെ അവർ ശ്രദ്ധിക്കണം. അവരെ മെല്ലെ 1 മാലയിൽ നിന്ന് 2 മാലയിലേക്ക് ഉയർത്തി വെജിറ്റേറിയനായി അവരെ ഭക്തിയിൽ പുരോഗമിക്കാൻ സഹായിക്കും. അതാണ് ഗോൾഡൻ മെമ്പേഴ്സിൻ്റെ ഉത്തരവാദിത്വം. ഗോൾഡൻ മെമ്പറായി എന്നിട്ട് 2 മാസമായിട്ടും ഒരാളെ പോലും ഈ ഗ്രൂപ്പിൽ ചേർത്തില്ല എങ്കിൽ സോറി, ടാറ്റ, ബൈ ബൈ. അവരും സാധാരണ മെമ്പറായിട്ട് തുടരുക. മനസ്സിലായില്ലേ? ഒരു മാതാജി ചോദിക്കുന്നത് 16 മാലയിൽ കൂടുതൽ ജപിക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചോദിക്കുന്നത് 16 മാല മാത്രമേ ഉള്ളൂ. 16 മാല ജപിച്ചിരിക്കണം, അത് കമ്പൽസറിയാണ്. അതിൽ കൂടുതൽ ജപിക്കുന്നതുകൊണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ അതൊന്നുമില്ല. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ജപിക്കുന്നത്. 16 മാല ജപിച്ചേ പറ്റൂ. ഓക്കെ. ഇനി പ്രചരണത്തിന് ഹെൽപ്പ് ചെയ്യുന്നില്ല, അതായത് ആരോടും ഭക്തിയെക്കുറിച്ച് പറയുന്നില്ല, ആരെയും മെമ്പേഴ്സിലെ ആയിട്ട് ചേർക്കുന്നില്ല എങ്കിൽ 2 മാസം ഒബ്സർവ് ചെയ്യും. 2 മാസം കൊണ്ട് ഒരാളെ പോലും ഭക്തിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ടാറ്റ. ഉടൻ തന്നെ എന്താവും? നേരെ വീണ്ടും ഓർഡിനറി ഗ്രൂപ്പിലേക്ക് ചേരുക. എന്നിട്ട് മറ്റ് ഭക്തരുടെ കൂട്ടത്തിൽ സമാധാനമായിട്ട് സന്തോഷിച്ച് 16 മാലയും ജപിച്ച് അവിടെ ഇരിക്കുക. ഓക്കെ. അതുകൊണ്ട് ഗോൾഡൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേരൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണ്, പക്ഷെ എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് സൂക്ഷിച്ചു കയറും. അന്നേരം സമാധാനത്തോടുകൂടി 16 മാലയും ജപിച്ച് ഒതുങ്ങിയിരിക്കാനാണ് പ്ലാനെങ്കിൽ ഓർഡിനറി മെമ്പറായിട്ട് ഇരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല, സാധന ഷീറ്റും ഇല്ല, ഒന്നിൻ്റെയും ടെൻഷനില്ല. പക്ഷേ നല്ല കമാൻഡോസിനെ പോലെ ഭഗവാന് വേണ്ടി ചങ്കുറപ്പോടുകൂടി ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി സേവനം ചെയ്യാൻ നല്ല ചങ്കൂറ്റമുള്ള വ്യക്തികൾ, അവരാണ് ഗോൾഡൻ മെമ്പേഴ്സ് ഇരിക്കേണ്ടത്. ഓക്കെ. അതിനുവേണ്ടി കുറച്ച് നല്ല റിഗറസ് ട്രെയിനിങ് ഒക്കെ കാണും. അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ. ഇനി നമുക്ക് വൈകുന്നേരം മഹാഭാരതത്തിൽ കാണാം. ഇന്ന് എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരി.